കിക്ക് പോലുള്ള വലിയ സംഘടനകളുണ്ട് യൂട്യൂബേഴ്സിൻ്റെ. അവരിപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, സിനിമ നിർമ്മിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലെങ്കിലും അതിൻ്റെ പാർട്ടാകണമെന്ന് തോന്നിയിട്ടില്ലേ? എങ്ങനെയാണ് അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം? നമുക്കിപ്പോൾ ആകുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേ ഉള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് അതിൽ. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം വീഡിയോ പരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് ബന്ധമുള്ള സൈക്കോളിൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരായിട്ട് നമ്മൾ നല്ല ടൈപ്പാണ്. നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ നല്ല അടുപ്പമാണ്. നല്ല രീതിക്ക് അടുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐ ആം നോൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. പിന്നെ ആക്ടർ മോൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ചെയ്തു. അതായത് നമ്മളെ തുടക്ക സമയത്ത് നല്ലൊരു സപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. കുറച്ചു പേരൊക്കെ നല്ല പുറത്തുള്ള ആളുകളെ പറ്റിയുള്ള സപ്പോർട്ടിനെ പറ്റി സംസാരിച്ചു. ഇവിടെ ഉമ്മയാണ് ചാനലിന് പേരിട്ടതെന്ന് അറിയാം. ഞാൻ ഉമ്മയെ കാണുമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ചാനലിന് പേരിട്ടത് ഉമ്മയാണ്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഉമ്മയും വാപ്പയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം? നല്ല സപ്പോർട്ടാണ്. അവരെല്ലാ വീഡിയോസും കാണാറുണ്ട്. പാപ്പയാണെങ്കിലും കൊച്ചാപ്പാണെങ്കിലും എല്ലാ വീഡിയോ ഇട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് കാണട്ടെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടോ വീഡിയോസ്. പിന്നെ എല്ലാം നല്ല സപ്പോർട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചില ആൾക്കാർ നെഗറ്റീവ്സ് പറയും, പുറത്തുള്ള ആൾക്കാർ നെഗറ്റീവ്സ് എല്ലാം നമ്മുടെ വേറെ പണിക്കൊക്കെ പൊയ്ക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയും. പിന്നെ നമ്മളത് കാര്യമാക്കാറില്ല. ഓക്കെ, അവർ പറഞ്ഞു പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വേറെ കുഴപ്പമൊന്നും. എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാം. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ടും യൂട്യൂബ് വരുമാനമാണ്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ മക്കളെ വേറെ ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കാറുണ്ടോ? കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാം. ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട് സംഭവം. ചിലവർ നല്ല രീതിക്ക് ചോദിക്കും. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എന്തുവേണം സംഭവിക്കുക. അപ്പോഴേ ഒരു ബാക്കപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കൂട്ടുന്ന ആൾക്കാർ ചോദിക്കും. അത് നല്ല രീതിക്ക് ചോദിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളൊരു ഇതെന്ന് പറയുന്നത് പോകുന്നവരെ പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ വേറൊരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ടെക്നിക്കലി നിങ്ങൾ എന്തൊക്കെയാ സ്റ്റഡി വൈസ് എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. BSc കെമിസ്ട്രിയാണ്. അതിപ്പോ 2020 ഞാൻ കഴിഞ്ഞതാണ്. പിന്നെ കോവിഡ് ഒക്കെ വന്ന് പിന്നെ അത് ഞാൻ BSc കെമിസ്ട്രി കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഓൺലൈൻ കോഴ്സ് തന്നെ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ചെറിയ ജോലി, ഒരു കൊറിയർ ബോയ് ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നുണ്ട്, BA ഇംഗ്ലീഷ്. വലിയ ആളാ. ഇംഗ്ലീഷ് ടോക്കിയാലേ സംസാരിക്കുള്ളൂ. നമുക്കത് ഇംഗ്ലീഷിൽ ടോക്കിയാലോ? ഇല്ല, ഒരു തരത്തിലും ഞാൻ വാതുറക്കൂല. എന്താണ് ഗ്രാമറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തെറ്റുമെന്ന് എനിക്കും അറിയത്തില്ല. ചുമ്മാ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ. നിങ്ങളെങ്ങാനും ഇംഗ്ലീഷ് ടോക്കിയാ ഞാൻ പടന്ന് ഇവിടെ ഉരുളും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഇതിന് പുറമെ വേറെ എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ചിന്തയിലും അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും സൈഡായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ട്? എന്തായിരിക്കും തുടങ്ങുകയാണെങ്കിൽ? ഓൺലൈൻ സ്റ്റോർ, നമുക്ക് ഫുഡ് റിലേറ്റഡ് എന്തെങ്കിലും തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നല്ല ഐഡിയ വേണം, ഒരു എന്താണ് ചെയ്യുന്നത് ഒരു ധാരണ വേണം. അപ്പോൾ എല്ലാം ഒത്തു വന്നിട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല സെറ്റായിട്ട് നമ്മൾ തുടങ്ങാം. ഇനി ചോദിച്ച ആൾക്കാരുടെ ഞങ്ങൾ വേറെ പരിപാടി ഉണ്ടെന്നും കൂടെ പറയാലോ. അതുപോലെ തന്നെ നിങ്ങൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. സിനിമയിൽ നിന്നും വിളികളൊന്നും വന്നില്ലേ? സിനിമയിൽ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു വലിയ സംഭവമൊന്നും അല്ലെങ്കിലും അത് എനിക്കൊരു എന്തുവാണ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ചോദിക്കണം ഇംഗ്ലീഷ്. ഞാൻ ബ്ലാക്ക് ഔട്ട് ആവും. എക്സ്പീരിയൻസ് ആയിരുന്നു അതേ ഉള്ളൂ. ഒരു ചെറിയൊരു പിന്നെ ഹംദാന് ഒരു ചെറിയ ഒരു സിനിമ ഒരു ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ സിനിമയല്ല, ഒരു ഓഡീഷന് വന്നിട്ട് പോയതുമാണ്. പിന്നെ അവര് കോണ്ടാക്ട് ചെയ്തു വേറെ എന്തെങ്കിലും. വിഷമുണ്ടോ കിട്ടാത്ത? അത് തന്നെ ഞാൻ രാവിലെ എന്നെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു. എന്നെ രാവിലെ പോയി
എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് നല്ലപോലെ ചെയ്തെന്നാണ് പറഞ്ഞു. അഭിനയിക്കുമെന്ന് അഭിനയം നല്ല നമുക്കറിയാലോ. രീതിക്ക് അഭിനയിക്കും. ഇപ്പത്തെ മിണ്ടാതിരുന്ന് അഭിനയിക്കുന്നില്ലേ? നല്ല രീതിക്ക് അഭിനയിക്കും. നന്നായിട്ട് അവിടെ അഭിനയിക്കുന്നു, ഇവിടെ അഭിനയിക്കുന്നു. വാ മിണ്ടാത്ത ഞാൻ ഊമയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത്. വായുവൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഏറൊക്കെ ഒറ്റയ്ക്ക് കയറി അറിയിക്കാം. ഓക്കെ, ഇപ്പം സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ മോഹൻലാലും മമ്മൂട്ടി വിജയ് ആണെന്നൊക്കെ എനിക്കറിയാം. അപ്പം മമ്മൂക്കയുടെ പടം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പടം വരുന്നുണ്ട്. എങ്കിലും ലാലേട്ടൻ്റെ പടം ഉടനെ വരാൻ പോവാണ്, എമ്പുരാൻ. എന്താണ് പ്രതീക്ഷകൾ? കാണാൻ പോകുന്നുണ്ടോ? ബുക്ക് ചെയ്തു ഫസ്റ്റ് വർഷം 27-ാം തീയതി ബുക്ക് ചെയ്ത് 10 മണിക്കുള്ള ഷോയ്ക്ക് ഏരിയസ് ഫ്ലെക്സ് തിയേറ്ററിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നാദിം ഹംദാനും നാദിം പിന്നെ കൂട്ടുകാർ 2-3 കൂട്ടുകാരുണ്ട്. കാണും. എന്ത് പ്രതീക്ഷകൾ എന്താണ്? പിന്നെ ഭയങ്കര സംഭവമായിരിക്കും. ഹൈപ്പ് വെക്കാൻ പാടില്ലെന്നാണ് പൃഥ്വിരാജ്. ഇന്ത്യൻ സിനിമ, നമ്മളെ മലയാള സിനിമ വേറെ തലത്തിലെത്തും ഈ സിനിമ. അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? എന്തായിരിക്കും? നെർവസ് ആയി ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, നോയിക്കൊണ്ടിരിക്കും. മാക്സിമം നല്ലപോലെ അഭിനയിക്കാൻ ശ്രമിക്കും. ശരി, ലാലേട്ടൻ വേണോ മമ്മൂക്ക വേണോ വിജയ് വേണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആരുടെ കൂടെ അഭിനയിക്കും? ലാലേട്ടൻ ലാലേട്ടൻ വിജയ് ഭയങ്കര, മമ്മൂക്ക ഇഷ്ടമാണ്, പക്ഷെ ലാലേട്ടൻ വിജയ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയോ? മോഹൻലാൽ. ലാലേട്ടൻ വിട്ടുള്ളൊരു കളിയില്ല, ഇഷ്ടമാണ്. അപ്പം ഇനിയിപ്പോൾ ഫ്യൂച്ചർ പരിപാടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ലൈഫിനെ പറ്റിയുള്ള ഫ്യൂച്ചർ പരിപാടീസ് എന്താണ്? എങ്ങനെയാണ് നിങ്ങളുടെ ഇത്? വീഡിയോസിൽ മാത്രമേ പ്രണയവും ഫാമിലിയൊക്കെ ഉള്ളൂ, റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രണയം എനിക്കില്ല, പ്രണയം ഇല്ല. ഓപ്പൺലി പറയണം, എനിക്ക് പ്രണയമൊന്നുമില്ല. അവന് ഇല്ലെന്നാണ് എന്താന്ന് പോലും അറിയത്തില്ല. എങ്കിലൊക്കെ കഴിഞ്ഞു പോണം. ഓർത്തത് ഇതൊരു തുടക്കമാവട്ടെ. ഹംദാന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കും? പെണ്ണില്ല, എനിക്ക് പെണ്ണില്ല, മറ്റേ തൊപ്പിയുടെ അവസ്ഥയായിരിക്കും ലാസ്റ്റ്. നമുക്ക് പെണ്ണില്ലടാ, നമുക്ക് പെണ്ണില്ലടാന്ന്. എന്നാലും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ചേട്ടനുള്ളതുകൊണ്ടല്ല. അല്ല, നമ്മൾ 4 പേരുള്ളൂ, 4 പേരായിട്ട് സുഖമായിട്ട് ജീവിച്ചു. സത്യാണോ? ഇത് പണ്ട് വല്ല പ്രണയം പൂട്ടിയിട്ടുണ്ടോ? ഫോൺ വരും, പിന്നെ മാറി സംസാരിക്കും. അതെന്റെ എനിക്ക് വിഷമം വരുന്നോണ്ട് ഞാൻ ചോദിക്കാൻ പോകും. എന്റെ 2 കൂട്ടുകാരന്മാരുണ്ട്, അവന്മാര് വിളിക്കണം. കൂട്ടുകാരന്മാരാണെന്ന് പറഞ്ഞിട്ട് മാറി അറിയില്ല. എന്നെ അവന്മാര് മാത്രമേ വിളിക്കുള്ളൂ. ഞാനൊരു പറയാം, ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം. ചേട്ടനോട് സംസാരിക്കണോ? ഇല്ല, വേണ്ട. പലപ്പോഴും പലരും താടി കാണുമ്പോ ചോദിക്കുന്നത് ഇത് നഷ്ടപ്രണയമാണോന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാറുണ്ട്. ഉണ്ടോ അങ്ങനെ? ഇല്ല, പ്രണയമേ ഇല്ലെന്നുള്ളത്. സമയം പോലും കിട്ടിയില്ല. സമയം വീഡിയോ എടുക്കാൻ തന്നെ സമയമില്ല, പിന്നെയാണ് തോന്നിയിട്ടില്ല. മീൻസ് ചിലപ്പോ ഒരു നിമിഷം കാണുമ്പോ അങ്ങനെ തോന്നും, അല്ലാതെ പുറകെ നടന്നിട്ടോ അല്ലാതെ അതിനെ ആലോചിച്ച് ക്രഷ് ഉണ്ടായിട്ടുണ്ട്. ക്രഷ് മീൻസ് കാണുമ്പോ ഒരു കൊള്ളാം, കുട്ടി കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനെ, അല്ലാതെ പുറകെ നടന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, അല്ല പുറകെ നടന്നോന്ന് ചോദിച്ചില്ല, ഞാൻ ചോദിക്കാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞല്ല. ഞാൻ അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചാൽ എന്നെ കമന്റിൽ ആൾക്കാർ കീറും, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഒരു സങ്കല്പം ഉണ്ടാവില്ല ലൈഫിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഉമ്മായും പാപ്പയും എല്ലാവരും ഒരേപോലെ നോക്കുന്ന ഇഷ്ടങ്ങളാണ് ഓരോ കാര്യം. അവരുടെ ഇഷ്ടം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.